അതിന് നാളെ വളരാണ്ട് പൊട്ടാ അവന്റെ വല്ലേ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല? അൽഹംദുലില്ലാ ഞമ്മക്കിവിടെ സുഖമായി പോണു. അപ്പം ഒന്നും ഒരാൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ജെയ്സൽ ഹായ്. അപ്പം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇന്നലത്തെ അല്ല, മിഞ്ഞാന്നത്തെ. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നും പറയണ മാതിരി ഒരു കാര്യം പറയട്ടെ കേട്ടോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. വീഡിയോനെ പറ്റിയിട്ടില്ല അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് എഴുതണം കേട്ടോ. 4:30 മണിക്ക് അടുക്കളയിലാണ് കയറിയിട്ടുണ്ട് കേട്ടോ. സുബിയാൻ കൊടുക്കാളം കാത്തുക്കാനൊന്നും നേരില്ല. എന്താ വെച്ചിട്ട് ഒക്കെ നല്ല സമയത്തായില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടൂല. 8:45 നമുക്ക് ചായയും കടിയൊക്കെ റാഹത്ത് പോലെ ഉണ്ടാക്കി തീർക്കണം. അപ്പം അതാ നമ്മൾ വന്ന പാട് ലേശം വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു. വെള്ളപ്പാണ് ഒന്ന് കടി ഉണ്ടാക്കണത്, പിന്നെ പൂരി ഉണ്ടാക്കണം വെച്ചിട്ടാണ്. അപ്പോൾ വെള്ളപ്പത്തിനുള്ളതൊക്കെ ശരിയാക്കി ആദ്യം പാർന്ന് വെക്കട്ടെ. ഇനി അവസാനമാണ് ഞാൻ വെള്ളപ്പം ചൂടുക. അപ്പം അതിന് നല്ല പൊന്തി വന്നോളുമല്ലോ. അപ്പോൾ അത് 2 വട്ടമായിട്ടാട്ടോ അരച്ചെടുത്തേക്കണേ. അപ്പം ഇനി എന്ത് ചെയ്യട്ടെ വെച്ചിട്ടാ ഇതൊന്ന് നല്ലപോലെ കലക്കി കൊടുക്കട്ടെ. ഒറ്റ ട്രിപ്പിൽ ഇങ്ങോട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല റാഹത്താണ്, ഒരു സമാധാനം കിട്ടൂലല്ലോ. ഭയങ്കര ബേജാറാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ. മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അത് കലക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ കടലും കിഴങ്ങും പാടെ കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ കടലൊക്കെ നല്ല വെള്ളക്കടലയാണ്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിക്ക് ഞാനൊരു കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, നല്ല കുറുക്കം കിട്ടാൻ വേണ്ടിങ്ങാണ്ടാണ്. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒരു ഇഞ്ചി കുത്തി ചതച്ചിട്ട് ഇടാം. അതുപോലെ തന്നെ ഒരു വെല്ലുള്ളി നല്ല നുനേന അരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നല്ല കുറക്കണം നമ്മളെ വെല്ലുള്ളി, എന്നാലാണ് നമ്മളെ കറിക്ക് നല്ല കുറുക്കം കിട്ടുള്ളൂ. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുത്ത് ലേശം വെള്ളം പാർന്നുകൊണ്ട് അടുപ്പത്ത് വെക്കുക. വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താലേ കടലയിൽ പിടിച്ച് കിട്ടുള്ളൂ. ഉപ്പ് ഇട്ട് കൊടുത്താൽ വേവാൻ കുറച്ച് ഇടങ്ങറാണ്. എന്നാലും 2 or 3 വിസിൽ കൂടുതൽ അടുപ്പിച്ചണം എന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വെള്ളം പാർന്ന് അടുപ്പത്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ലേശം പാടെ വെള്ളം അടുപ്പത്ത് വെക്കണം കേട്ടോ. പൂരിക്കില്ല പൊടിമ്പാടെ കുഴച്ച് എടുക്കണം. അപ്പോൾ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. പൂരിക്ക് ഞാൻ ആട്ടപ്പൊടിയും അതുപോലെ തന്നെ അതിൽ ലേശം മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. 2 കയ്യിൽ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്, എന്നാലാണ് നല്ല മയം കിട്ടുള്ളൂ. ഭൂരി എണ്ണൊന്നും കുടിച്ചാൽ നല്ല പൊന്തി വരും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ ആദ്യം ഞാൻ അത് ചെയ്യട്ടെ. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് മയം കിട്ടാനാണ് കേട്ടോ. ഭൂരിയൊക്കെ ചിലവര് ചുട്ടാൽ നല്ല ഇങ്ങോട്ട് ബലം പോലെയാണ് എന്നൊക്കെ പറയണതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നല്ല ആദ്യം തന്നെ കുഴച്ച് വെച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യിപ്പിച്ചാൽ നമ്മൾ ഭൂരി ആയാലും ചപ്പാത്തി ആയാലും നല്ല മയം ഉണ്ടാവും കേട്ടോ. ഓരോന്നിനും ഓരോതിൻ്റെതായ മയം ഉണ്ടല്ലോ വരാൻ. പത്തിരി ആണെങ്കിലും അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും പത്തിരി ചുടലുണ്ട്. ഇന്ന് പത്തിരി മാറ്റി പിടിച്ചതാണ് കേട്ടോ. പുട്ട് ചുടലുണ്ട്, പുട്ട് ചുടണില്ല. 3 ഐറ്റം കടി ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഒന്ന് 2 ഐറ്റം കടി ഉണ്ടാക്കണുള്ളൂ. നമുക്ക് പെരേക്ക് വരുമ്പോൾ നല്ല റാഹത്ത് പോലെ കൊടുക്കാം. പക്ഷേ പെരേക്ക് വരുന്നില്ല, രാവിലെ വരൂല, ഉച്ചക്കാണ് വരിക. അപ്പം നമ്മൾ കൊണ്ടേ കൊടുക്കുകയാണ്. പാത്രത്തിലൊക്കെ പാടെ കൊള്ളൂല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചിലവ് കൊടുത്തയച്ചിട്ട് കുട്ടികളെ റോട്ടിലിട്ട് ഭയങ്കര വിഷമായിട്ടോ. അങ്ങനെ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ നല്ലപോലെ കുഴച്ച് ലേശം വെളിച്ചെണ്ണയൊക്കെ മേലാക്കിങ്ങാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലേശം വലിയ ജീരകവും കുരുമുളകും പാടെ നല്ല പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല നൈസാക്കിയാണ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ, നമുക്ക് കടലേക്കില്ലേ മസാലക്കൂട്ട് റെഡിയാക്കണം. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിങ്ങാണ്ട് ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിക്ക് 2 സ്പൂൺ മുളകും പൊടി ഇടുന്നുണ്ട്, നല്ല കുറുക്കുണ്ടായിക്കോട്ടെ. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടോ. മഞ്ഞൾപ്പൊടി കൂടുതലായാലും നമ്മളെ കടലക്കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും ഒക്കെ ഒരു കുത്ത് വരും. അപ്പം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിക്ക് ഞാൻ കുരുമുളകും വലിയ ജീരകവും പാടെ പൊടിച്ച് വെച്ചവും ലേശം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പച്ച മസാലയാണല്ലോ, അത് വറവിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം ചിക്കൻ മസാല കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കടല വേവിച്ചുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടിരുന്നു. ആ പച്ചമുളക് ഇതാ അതിനൊന്നും ഇങ്ങോട്ട് ഉരതി ഉടച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ കടലക്കറിയിലൊക്കെ ഇങ്ങനെ മസാല ഇട്ട് ഉണ്ടാക്കി നോക്കൊണ്ടു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറുക്കൊന്നുമില്ല. ഇനി ഇതൊന്നും പാടെ തിളക്കാണ്ട് ഇനി ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ലേശം വെല്ലുള്ളിയൊക്കെ ഒന്ന് വാട്ടിങ്ങാണ്ടും ചേർക്കാം. ഞാൻ വാട്ടിങ്ങാണ്ടൊന്നും ചേർക്കണില്ല. അല്ലെങ്കിൽ കടല വെന്ത ഉടനെ അതിനൊരു കയ്യിൽ കടല മാറ്റി വെച്ചിട്ട് നല്ല മിക്സിയിൽ അടിച്ചുങ്ങാണ്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അതും ചെയ്യണില്ല. ഞാൻ അതിനൊക്കെ പകരം നമ്മൾ തേങ്ങാപ്പാൽ നല്ലപോലെ അടിപൊളിയിൽ ഇങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് അത് വെട്ടിങ്ങോട്ട് തിളച്ച് വരൂലേ, ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ച് തിളച്ചിട്ടൊന്നും ഇങ്ങോട്ട് മാങ്ങി വെക്കുക.
ചൂടാറിയ നമ്മളെ കടലക്കറിയൊക്കെ നല്ല കട്ടിയായി വരും കേട്ടോ. അപ്പം ഞാൻ ശീലയിൽ ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇതാ നല്ല വെട്ടി തിളക്കണുണ്ട്. കടലൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കടലക്കറിക്ക് കടല നല്ല വേവണം, അല്ലെങ്കിൽ കടലയുടെ വെള്ളം വേറെയും കടല വേറെയൊക്കെ ആയിട്ട് ഇങ്ങനെ കടക്കൂട്ടും. നമ്മൾ വെള്ളപ്പത്തിലൊക്കെ പാരുമ്പോൾ ഈ മസാലയും കടലൊക്കെ ഒന്നിച്ചാവുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുള്ളൂ. അതിൻ്റെ ശേഷം ഞാൻ ഈ ചൂട് കൊടുക്കനെ തന്നെ കടലക്കറി ഒന്ന് തൂമിച്ച് പാരട്ടെ. പിന്നെ അതുമല്ല കേട്ടോ, നമ്മൾ ഈ ഉസ്താദ്മാരെ ചിലവാണെങ്കിലും 4 ആൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഓരോന്നിൻ്റെ പരിപാടി ഫുള്ളായിങ്ങാണ്ട് കഴിച്ചിട്ടുള്ളൂ നമുക്ക് മറ്റേ ഒന്നുമക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് ആ പറഞ്ഞ സമയത്ത് എല്ലാതും നല്ല വൃത്തിയായിങ്ങാണ്ട് ചിജാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ കടലക്കറി ഇതാ തൂമിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കുറുക്കല്ല കറിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുക്കർ കറിയുണ്ട്. വെള്ളപ്പത്തിലൊക്കെ നല്ല കറി ഒഴിച്ച് തിന്നണമല്ലോ, അതിനനുസരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ കടലക്കറി നല്ല ചുവന്നമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ നമ്മളെ കടലക്കറി ഒന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല ഞാൻ തേങ്ങ അരച്ച് ചേർത്തിട്ടൊന്നുമില്ല, നല്ല മസാലക്കറിയാണ്. അങ്ങനെ ആ പണി കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാൻ ലേശം ചിക്കൻ മസാല കൂട്ടി വെക്കുകയാണ്. ഞാൻ ചായക്കടിയുടെ ഒപ്പം പൊരിച്ചണം എന്ന് കരുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ തന്നെ മസാല കൂട്ടുന്നത്. അങ്ങനെ ഇതാ ഞാൻ മസാല കൂട്ടി വെച്ചു എന്നല്ലാതെ എനിക്ക് രാവിലെ അത് പൊരിച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം കറിയിലും ചിക്കനാണല്ലോ, പിന്നെ ബീഫൊന്നും നമുക്ക് അപ്പത്തിനാവൂല. പിന്നെ ഞാൻ ഉള്ളി ഇതാ വെട്ടി നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ എല്ലാതും പാടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഉച്ചക്കത്തെ ഒരു വിഭവമുണ്ട്, അന്തിക്കത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും പാടെ ചേർത്തിട്ടുണ്ടെങ്കിൽ 20ഉം 25ഒക്കെ മിനിറ്റ് ആവും. അപ്പം നിങ്ങൾ കാണൂല, എല്ലാവരും സ്കിപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതുമല്ല ഇപ്പോൾ വ്യൂസ് എന്താണെന്നാ വളരെ കുറവാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഒന്ന് ഇടാനൊക്കെ തോന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിത് നമ്മളെ ചട്ടിക്ക് ചിരട്ടയിലൊക്കെ തേങ്ങ അളന്നെടുത്തേക്കാണ് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കണക്ക് കിട്ടൂല. പിന്നെ ഞാൻ 2 തേങ്ങ പൊട്ടിച്ച് ചിരകി വെച്ചിരുന്നു, നമുക്ക് ഉച്ചക്കൊക്കെ വേണമല്ലോ. അപ്പം ഇനിയൊന്ന് ചിരകാനാവൂല വെച്ചിട്ടാണ്. അങ്ങനെ ഞാൻ തേങ്ങയ്ക്ക് ഒരു 3 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മക്കളെ തോനൊന്നും ചേർക്കൂല കേട്ടോ, വെളുത്തുള്ളിയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു 5-6 ചുവന്നുള്ളിപ്പോണി ഇട്ടിട്ടുണ്ട്, ഒരു ചെറുത്. അതിൻ്റെ ശേഷം അതൊക്കെ അയക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാനിതാ ചിക്കൻക്ക് ലേശം മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ഞാൻ 2 കിഴങ്ങ് ചേർക്കുന്നുണ്ട്. കിഴങ്ങ് തോലോടുക്കനെ ഇടുകയാണ്. ഇറച്ചിക്കറിയിലിട്ട കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നല്ല കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഇറച്ചി വേവിച്ചത്. അപ്പം ചിലപ്പോൾ ഇഞ്ചി ഇട്ടാൽ അടി പിടിച്ചാൽ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പത്തിന് നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ തക്കാളി ചേർക്കണം. അപ്പം ഞാൻ തക്കാളി വലിയതാക്കി നുറുക്കിയിട്ടുണ്ട്. 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പാടെ വാടി കിട്ടാണ്ട് കേട്ടോ. അപ്പം സമയം ഇപ്പോൾ 6:10 ആയിട്ടുണ്ട്. നമ്മളെ ഷാലു നിസ്കരിച്ച് വരാനായിക്കണു. അപ്പം ഇനി ഷാലുവിനില്ല ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. വെറും പാലാണ് കേട്ടോ, ലേശം പച്ചവെള്ളം കൂട്ടിയിട്ടുണ്ട്. അതിക്ക് മധുരം ഇട്ടുങ്ങാണ്ട് കൊടുക്കാൻ കേട്ടോ. ചായപ്പൊടി ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഓൾക്ക് അങ്ങനെയല്ല ഇഷ്ടം, ഇങ്ങനെയാണ് ഇഷ്ടം. അപ്പം അടുപ്പിനൊരു ഒഴിവില്ല കേട്ടോ. അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വാടി ആയപ്പോൾ ഞാനതൊന്ന് വീതനമക്കണ്ട് ഇറക്കി വെച്ചിട്ടാണ്. അതിക്ക് മസാലകളൊക്കെ നല്ല മട്ടത്തിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാലോ ഉള്ളിയും തക്കാളിയിലൊക്കെ ഇപ്പം എത്രയും മസാല ചേർക്കൊണ്ടുവന്ന്. വെറൈറ്റി ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കണില്ല, സാധാ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അതിക്കൊരു കളറിന് വേണ്ടിങ്ങാണ്ട് കാശ്മീരി മുളക് പൊടിയും പാടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി എന്നും ചിക്കൻ കറി ഉണ്ടാക്കും, അതിൻ്റെ ഒപ്പം വേറൊരു കറിയും പാടെ ഉണ്ടാക്കലുണ്ട്. അതന്നെയാണ് ഇന്നും ചെയ്യണത് കേട്ടോ. ആ സമയത്ത് ഉസ്താദ്മാർക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ ഒരു ജാതിയാണല്ലോ. അപ്പം ഞാൻ ഒന്നും പാടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ഒന്ന് പച്ചമണം പൊയ്ക്കോട്ടെ വെച്ചിട്ടാണ്. അതിൻ്റെ ശേഷം അതൊന്ന് അരച്ചെടുക്കണം. തേങ്ങയൊക്കെ നല്ല പാകത്തെ വറവായിട്ടുണ്ട്. അത് അരച്ചെടുക്കുമ്പോൾ അതിക്ക് ഞാനൊരു പൊട്ടി ഇഞ്ചക്കഷ്ണം പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ അതിമ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഷാലുവിനില്ല ചായ കൊടുത്തു. കയ്യിനൊരു ഒഴിവുമില്ല കേട്ടോ. ഒരു വേജാറ് വെച്ചാലും പോരാ, ചില്ലറ വേജാറൊന്നുമില്ല ഇങ്ങനത്തെ ദിവസങ്ങളിൽ. അപ്പം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചിട്ടുണ്ട്. എയറൊക്കെ ഞാൻ പൊന്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഷാലുവിനെ റാഹത്ത് പോലെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഷാലു പോയാൽ നമുക്ക് ഞൈമക്ക് തിരിയണ്ടല്ലോ. അപ്പോൾ കൊണ്ടാക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മസാലയൊക്കെ നല്ല എണ്ണയിൽ വാടി വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ കുക്കറിൽ വേവിച്ച ഇറച്ചി അയക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പിന്നെ കുറി ചിക്കൻ എന്തേന്നാവോ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കൊടുന്നിക്കണത്.
അല്ലെങ്കിൽ വലിയ പീസാക്കിയിട്ടേക്കാരം. അപ്പോൾ കറി നല്ല മട്ടത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ കരച്ചത് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒപ്പം പാർന്ന് കൊടുത്തിട്ട് ഒരു ചെറിയൊരു തളം ഇങ്ങോട്ട് വന്നോട്ടെ. ഒരു ചെമ്പട്ടി കറി ഉണ്ട് കേട്ടോ. നാളെ എന്ന് പറയുന്ന ദിവസം നമുക്ക് അപ്പത്തേക്ക് കറി വെക്കേണ്ടെന്നൊരു ആവശ്യം ഉണ്ടാവില്ല. രണ്ട് കറിയിലും ഏകദേശം ബാക്കിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ കറി നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കണ്ടേ. അപ്പം ഞാൻ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മൂറി വെക്കുകയാണ്. എന്നാൽ പിന്നെ ഇനി അയിമക്ക് തിരിയണ്ടല്ലോ. ഇനിയും വീതനമ്മ കുറച്ചും പാടെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോറാൻ. അതൊക്കെ ഇനി ഇതിലേക്ക് കൊടുന്നേക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിങ്ക് ഒഴിവാവണം. പിന്നെ അതുമല്ല നമുക്ക് ഈ റേക്കുമ്പോൾ ഒരുപാട് പണിയുണ്ട്. ഞാൻ പൂരി ഉണ്ടാക്കാതെ മാവുണ്ടല്ലോ കുഴച്ച് വെച്ചിട്ട്. അപ്പം നമ്മൾ ഈ റേക്കൊക്കെ നല്ല വൃത്തി പോലെ ആയാൽ പിന്നെ നമുക്ക് നുള്ളിപ്പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ടി വരൂല. പിന്നെ 2 വിധം മീൻ കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ കാണിച്ച് തന്നിട്ടുണ്ട് വീഡിയോയിൽ. കഷ്ണമീനും കൊടുന്നിട്ടുണ്ട്, മത്തിയും കൊടുന്നിട്ടുണ്ട്. അങ്ങനെ അത് നന്നാകലൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം നമ്മളെ കറി നല്ല തിളക്കുന്നുണ്ട്. അപ്പോൾ ലേസും ചിക്കൻ മസാലയും പാടിട്ട് കൊടുത്തിട്ട് ചെറിയൊരു തളിമ്പാട വന്നാൽ നമുക്ക് മാങ്ങി വെക്കാലോ. അപ്പം ഞാൻ ലേസം മല്ലിച്ചപ്പാണ് ഇപ്പോൾ വെതറി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഈ ചൂടോടുക്കാൻ ഒന്ന് തൂമിച്ചെടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇതാ ലേസം ഉള്ളി അരിഞ്ഞ് കൊടുന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. കുറച്ച് തോനെ ചെറുള്ളി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഉള്ളി നല്ല മൂക്കാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ലേസം വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആലോചിച്ചില്ല കേട്ടോ, എപ്പോഴാണ് നോക്കണത്. കത്തി കൊണ്ടാണ് കേട്ടോ ഉള്ളിയൊക്കെ അളക്കണത്. നമുക്കൊരു വേജാറ് സമയത്ത് നമുക്കൊന്നും കിട്ടൂല. അപ്പം എന്താ കയ്യിൽ കിട്ടിയോണ്ട് അളക്കുക. പിന്നെ കത്തിമ ഒന്നും ഉണ്ടാവില്ലല്ലേ, നമ്മളിങ്ങനെ പണിയെടുക്കണതല്ലേ. അങ്ങനെ ഒന്ന് തൂമിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചിക്കൻ കറി തൂമിച്ചതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കുറുക്കുന്നതിനല്ല, നല്ല സർന്നതിനല്ല കേട്ടോ നമ്മളെ ചിക്കൻ കറി. നല്ലൊരു മണമാണ് കേട്ടോ. ജീരകപ്പൊടിയും കുരുമുളകും അതുപോലെ തന്നെ എണ്ണയിൽ വാട്ടിയത് ഇതൊക്കെ അല്ലേ. അങ്ങനെ ഞാൻ അത് മാങ്ങി വെച്ച് തൂമിച്ചതിൻ്റെ ശേഷം മീനൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരക്കാൻ മറന്നിട്ടുണ്ട്, അത് വരച്ച് കൊടുത്തു. അതിൻ്റെ ശേഷം ബീഫ് കൊടുന്നിട്ടുണ്ട്, അതും അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റേക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇട്ടിക്കണ്ട. അപ്പം നമുക്ക് ഇനി അടുത്തത് ബൂരിക്കുള്ള പരിപാടിയാണ് കേട്ടോ. ബൂരിക്ക് 2 ആയിങ്ങാണ്ട് വിഭവിച്ചിട്ടാണ്. ഒന്നായിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഒരു ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് തന്നെ. എന്നാൽ പിന്നെ ഇനി പാത്രം കൊടുന്ന് അതിക്ക് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ 2 പാത്രമൊക്കെ ഒന്നായിട്ട് ഞാനിങ്ങോട്ട് പരത്തിയിട്ടൊക്കെയായിരുന്നു. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ട് വേണം നമ്മളെ ബൂരി അതിക്കൊന്ന് ഇട്ട് കൊടുക്കാൻ. കണ്ടില്ല നിങ്ങൾ, നല്ല പൊന്തി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിയപ്പടത്തിൻ്റെ വട്ടത്തിലാണ് ബൂരി ഉണ്ടാക്കുന്നത്, ചെറുതാക്കിയിട്ടല്ല. വലിയ ബൂരിയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉണ്ടാക്കുകയാണ്. ഉസ്താദ്മാർക്കും അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് ഓരോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞ ഓരോ വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ വെള്ളപ്പം ചുടുന്നത്. വെള്ളപ്പത്തിന് പിന്നെ നമ്മൾ എടുത്ത് നിൽക്കണം, കാരണം ഒരുപാട് കനത്തിലല്ലല്ലോ, അത് എളുപ്പം അങ്ങോട്ട് ചോക്കും. അപ്പം അതിനാണ് നമ്മളൊന്ന് എടുത്ത് നിന്നുണ്ടാക്കണം. അപ്പം ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചായക്കും പാല് വെച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കെ നല്ല ശരിയായിട്ടോ. മാവ് ശരിയായ ഒരു പണിയില്ല നമുക്ക് വെള്ളപ്പം ചൂടാൻ. അങ്ങനെ ചായപാത്രത്തിൽ നിറച്ച് പാലുണ്ട് കേട്ടോ. എടുത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി ഇതിന്ന് ലേസം മാറ്റിയിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ഞാനിതാ കുറച്ച് മാറ്റിയിട്ട് വേറെ തിളപ്പിച്ചിട്ട് ബാക്കി ഇതിൽ തന്നെ നല്ല തിളപ്പിച്ചു. അങ്ങനെ ഇതാ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാതും ഇതാ ഈ റേക്കമ്മക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഉസ്താദ്മാരെ പാത്രത്തിലാണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം 3 തന്നെ കേട്ടോ കൊണ്ടുപോയി കൊടുക്കണത്. ഇപ്പം സമയം 8:05 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാനൊരു 8:30ക്കാണ് ഇത് പാത്രത്തിലാക്കണത്. അങ്ങനെ അടിയത്തെ തട്ടിലൊക്കെ കറി ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. എനിക്കൊരു പേടിയാണ് കേട്ടോ ഈ തട്ടിലൊക്കെ സാധനങ്ങളാക്കി കൊടുക്കാൻ. മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. തെയ്യിലേന്ന് ഞമ്മക്കറിയില്ലല്ലോ. തേഞ്ഞാൽ അൽഹംദുലില്ലാ ഞമ്മക്ക് റാഹത്താണ്. അങ്ങനെ ഞാൻ ഓരോ ഉസ്താദ്മാർക്ക് അങ്ങനെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാച്ചള്ളത്ത് ചാടിയ പൂച്ചക്ക് പച്ചവെള്ളം കാണുമ്പോൾ പേടി നിറഞ്ഞ പാരി ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ മോനുവിനോട് ഇങ്ങനെ പറയട്ടെ കളയാതെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുറച്ച് നമ്മൾ മണ്ടി പാഞ്ഞാലും ഇതൊക്കെ റഹ്മത്തും ബർക്കത്തൊക്കെ ഉള്ളതാണ് കേട്ടോ. കാരണം ഒരു കൊല്ലത്തിൽ ഇനി 1 ആയാലും 2 ആയാലും പീടിയിൽ ഏൽപ്പിക്കാതെ നമ്മൾ ഉസ്താദ്മാർ നമ്മൾ മക്കളെ പഠിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ഓൾക്ക് നല്ലപോലെ 2 3 കടിയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. എൻ്റെ മക്കൾക്കായാലും ബാബുവിനായാലും നമുക്ക് എങ്ങനെ കൊടുത്താലും ഇങ്ങോട്ട് തൃപ്തി ആവില്ലല്ലോ. പിന്നെ അതുമല്ല, ഇതൊക്കെ നമ്മളെ മക്കളെ മുന്നിൽ നമ്മളിത് പഠിപ്പിച്ച് കൊടുക്കണം. കാരണം കുറേ കഴിയുമ്പോൾ പോലും ചെയ്യാലതാ.
അപ്പം നമ്മളിത് പീടിയിൽ ഇങ്ങനെ ഏൽപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഓലൊരു ഈ പ്രായമൊക്കെ വരുമ്പോൾ ഓലും പീടിയിൽ ഇങ്ങനെ ഏൽപ്പിച്ചും. അപ്പം എല്ലാതും കണ്ടില്ല നിങ്ങൾ നല്ലപോലെ ആയിട്ടുണ്ട്. പൂരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇൻഷാ അല്ലാ നാളെ വരും. അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ കാണണം. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.